അസ്സലാമു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവിധ സമാധാന സന്തോഷവും ഐശ്വര്യം ഐക്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടും വലിയ വലിയ കാരണങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ഉള്ളിൽ ആരോടും പറയാത്ത സങ്കടങ്ങൾ കൊണ്ടൊക്കെ വിഷമിക്കണ ആരുണ്ടെങ്കിലും നിങ്ങൾ എന്ത് മികച്ച കാര്യമാണോ പഠിച്ചവനോട് ചോദിച്ചത് അതിൽ ഏറ്റവും മികച്ചത് പഠിച്ചവൻ തരട്ടെ. ഏറ്റവും നല്ല നല്ല വാർത്തകൾ മാത്രം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ കാതോർത്തിരിക്കണ നല്ല ശുഭവാർത്ത എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട. ലൈഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഇഴുകി ചേരുമ്പോഴാണ് എപ്പോഴും നമ്മൾ ഹാപ്പി ഇരുന്ന ആ ഹാപ്പി എന്താണ്, അതിൻ്റെ മൂല്യം എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാതെ പോകും. നമ്മൾ ആഗ്രഹിക്കണതൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആഗ്രഹത്തിന് എത്രത്തോളം മൂല്യം ഉണ്ടെന്നുള്ളത് തിരിച്ചറിയാതെ പോകും. അപ്പം അതൊക്കെ കുറച്ച് വൈകി വരുമ്പോൾ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യും. എത്രത്തോളം മൂല്യപ്പെട്ടതാണ് നമുക്ക് കിട്ടിയത്, നമ്മൾ എത്രത്തോളം പ്രാർത്ഥിച്ചപ്പോഴാണ് നമ്മളെ കയ്യിൽ കിട്ടിയത്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടാൻ വൈകിയ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ശരിക്ക് ഉൾക്കൊണ്ട് നമുക്ക് ആ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ചിടത്തേക്ക് എത്താൻ കുറച്ച് വൈകണത്. നമ്മൾ അർപ്പണബോധം ആണ് നമുക്ക് കാര്യമായിട്ട് വേണ്ടത്. നന്നായി പരിശ്രമിക്കുക, പ്രയത്നിക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞാൽ കരിമ്പ് ജ്യൂസ് എടുക്കണത് എങ്ങനെ പിഴിഞ്ഞാണല്ലോ അല്ലേ, ഏറ്റവും ലാസ്റ്റും കൂടെ വെച്ച് വലിച്ചെങ്കിൽ മാത്രമാണ് അവർക്കത് മുതലാവുള്ളൂ. അങ്ങനെ ചെയ്തിട്ടാണ് അവർ നമുക്കത് തരുന്നത്. അതേപോലെ നമ്മളിലുള്ള എന്ത് തൊഴിലാണോ എന്ത് കഴിവാണോ നമുക്കുള്ളത് ആ കഴിവിനെ പരിപോഷിപ്പിച്ചെടുത്ത് അത് നമ്മളുടേതായ ഒരു സ്പേസ് കണ്ടെത്തി വിജയിപ്പിക്കാനുള്ള മാക്സിമം ശ്രമം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പ്രകൃതിയും പടച്ചോനും നമ്മളെ കൂടെ നിൽക്കും. ഇൻഷാ അല്ലാഹ് നല്ലൊരു റിസൾട്ട് എന്തായാലും വരും. അപ്പോൾ അതുവരെ എന്തിനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ ദുനിയാവിൽ എന്ത് ആഗ്രഹിക്കോട്ടെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തേടി വരും. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, നമ്മൾ പ്രവർത്തിച്ചാൽ മതി. പ്രവർത്തിക്കാതെ പ്രാർത്ഥിച്ചിട്ട് മാത്രം നമുക്കൊന്നും നേടാൻ കഴിയില്ല. അതിനൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ നന്നായി പ്രയത്നിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. മിക്ക ആൾക്കാരും നമ്മളിപ്പോൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ സങ്കടം. രാവിലെ എണീറ്റ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ മനസ്സിലുണ്ടായി നമ്മളെ കാര്യങ്ങളൊക്കെ എന്താ പറയുക സ്പീഡായി ചെയ്യാതെ നമ്മളിങ്ങനെ ഒരു ഡൗണായി അങ്ങനെയൊന്നും ചെയ്യണ്ട. നമുക്ക് നല്ലത് വരുന്നു മാത്രം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാൽ സ്റ്റിച്ചിങ് എല്ലാവർക്കും മടിയുള്ള കാര്യമാണ് അല്ലേ. ഇപ്പോൾ സ്റ്റിച്ചിങ് അറിഞ്ഞുകൊണ്ടിരിക്കണ കാര്യമാണ് പറയുന്നത്. എല്ലാവർക്കും മടിയാണ് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രാത്രിയിൽ നിങ്ങൾ ഫ്രീ ആയിരിക്കണ സമയത്ത് കട്ട് ചെയ്ത് വെക്കുക. ഈ മടിയുള്ളവർക്ക് നമ്മളൊരു ടിപ്സ് പറഞ്ഞുതരാം. രാത്രിയിൽ നമ്മളൊന്ന് ഫ്രീ ആയിരിക്കുമ്പോൾ മക്കളൊക്കെ ഉറങ്ങി നമ്മൾ ഒന്ന് മൈൻഡ് റിലാക്സ് ആവുന്ന സമയത്ത് മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റിച്ചിങ്ങിന് രാത്രി പോവുകയേ ചെയ്യരുത്. കാരണം നമ്മളെ മൈൻഡും നമ്മളെ കണ്ണും നമ്മളെ നമുക്ക് ക്ഷീണമായിരിക്കുമ്പോൾ നമുക്ക് മെഷീൻ ഇരിക്കുക പറഞ്ഞാൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടായി തീരും. നമ്മളെ ഉറക്കം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് ഒരുങ്ങേ ചെയ്യരുത്. ആരോഗ്യമാണ് ധനം. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് കാര്യത്തിനും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ രാത്രിയിൽ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് കട്ട് ചെയ്ത് വെക്കുക. രാവിലെ നമ്മൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് സ്റ്റിച്ചിങ് തുടങ്ങുക. ഒരു കാരണവശാലും നിങ്ങൾ പകൽ കട്ടിങ് ചെയ്യാമെന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾക്ക് കുറച്ച് ടൈം കിട്ടുമ്പോൾ അപ്പം നമ്മൾ മെഷീനും നമ്മളും സജ്ജരായിരിക്കണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ. രാത്രിയിൽ കുറച്ചാണെങ്കിലും കുറച്ചെങ്കിലും കട്ട് ചെയ്ത് വെക്കുക. ഒരിക്കലും പകൽ കട്ട് ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് സ്റ്റിച്ചിങ്ങിന് കഴിയാതെ പോകും. നമ്മൾ നേരത്തെ എണീക്കുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം. നേരത്തെ എണീച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചണിക്ക് ഇറങ്ങണ മുമ്പ് അപ്പം നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ആയിരിക്കണം. നമ്മളെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒരു അരമണിക്കൂർ നമ്മളെ തൊഴിലിന് വേണ്ടി നമ്മൾ നീക്കി വെക്കുക. എങ്ങനെയായാലും നിങ്ങൾ ഒരു അരമണിക്കൂർ മെഷീൻ ഇരുന്നാൽ നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങളെ തൊഴിൽ എന്തായാലും ഒരു ബർക്കത്ത് ഉണ്ടായിരിക്കും. അത് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. കാരണം എനിക്കും ഭയങ്കര മടിയായിരുന്നു. മെഷീൻ ഇരിക്കുക പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് മെഷീൻ കാണുന്നത് തന്നെ എന്തോ ദേഷ്യം പോലെ തോന്നുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരിക്കലും ഞാൻ രാത്രിയാണ് കൂടുതൽ സമയം സ്റ്റിച്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഒരിക്കലും രാത്രി സ്റ്റിച്ച് ചെയ്യരുത്. നമുക്ക് രാവിലേക്കൊക്കെ നെക്ക് വരക്കാനുള്ളതടക്കം എല്ലാ കാര്യങ്ങളും അതിൻ്റെ നൂലടക്കം എടുത്ത് കെട്ടാക്കി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് അപ്പം തന്നെ കെട്ടാക്കി വെക്കണതിൽ നമ്മൾ നൂല് അതിനെന്തൊക്കെ വേണോ മെഷീൻ അതേപോലെ രാത്രിയിൽ മെഷീൻ എണ്ണ കൊടുത്തിടുക. എന്നിട്ട് എന്തൊക്കെ അതിലേക്ക് വേണോ എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ചതിന് ശേഷം നമ്മളെ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ മെഷീൻ ഇരുന്നാൽ എത്ര പെട്ടെന്നാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുക എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അത്രയും സ്പീഡായിരിക്കും. നമ്മളെ മൈൻഡും ഫ്രഷാണ്, നമുക്ക് ടെൻഷനും ഇല്ല. ആ സമയത്ത് അങ്ങനെ ഒരു ജോലി നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ.
എന്തായാലും മടിയുള്ളവരോടാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യണ ടൈം ഏറ്റവും സുഖമാണ്. ആ സമയത്ത് നമ്മൾ ചെയ്തു തുടങ്ങിയോ എന്തായാലും നമുക്ക് അതിലൊരു വർക്കത്ത് ഉണ്ടാവും. അപ്പോൾ ആരൊക്കെ മടിയായി ഇരിക്കണവരുണ്ടോ, എനിക്കാവൂലെന്ന് ചിന്തിക്കണവരുണ്ടോ, ഈ കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിക്കണവരുണ്ടോ, അവരോടൊക്കെ പറയണേ നല്ലൊരു തൊഴിലാണ് കയ്യിലുള്ളത്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാതെ നമ്മളെ കയ്യിൽ നമ്മളെ കണ്ണും നമ്മളെ ബുദ്ധിയും ഉള്ളിടത്തോളം കാലം, നമുക്ക് കാഴ്ച നമുക്ക് ബുദ്ധി ഉള്ളിടത്തോളം കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു തൊഴിൽ നമുക്ക് സ്റ്റിച്ചിങ് നമ്മളെ കൈത്തൊഴിലാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ഒരു തൊഴിലിനെ നിങ്ങൾ ഒരു മൈൻഡ് ചെയ്യാതെ ഇടരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു തൊഴിൽ മേഖലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റിക്കവർ ചെയ്യാനും പിന്നെ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്കൊരു 10 രൂപ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവുക, നമ്മൾ അധ്വാനിച്ചിട്ട് കിട്ടുക പറഞ്ഞാൽ അതിൻ്റെ സന്തോഷം. ഇപ്പോൾ ഹസ്ബൻഡ് എത്ര തന്നാലും നമ്മളത് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതിന് നമ്മൾ കയ്യിലൊരു തൊഴിലുണ്ടാവുക പറഞ്ഞാൽ അതും ഭയങ്കര ഒരു കിട്ടുന്ന ഭാഗ്യമാണ്, ഭാഗ്യമായിട്ട് തന്നെ കാണണം. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റിച്ചിങ്ങിന് മടിയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞ ഈ ഒരു ടിപ്സ് പിന്നെ ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് എന്താണോ അതിൻ്റെ റിസൾട്ട് കിട്ടിയത് അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് നമ്മൾ യൂണിഫോം പാൻറ്റിൻ്റെ ഒരു ഫിഗർ വരച്ച് കാണിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക എങ്ങനെയാണെന്ന് നോക്കുക കേട്ടോ. ആൺകുട്ടികളെ യൂണിഫോം പാൻറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ലെങ്ത്താണ്. ലെങ്ത്ത് എടുത്തു, ഇത് ഫ്രണ്ട് പീസാണ്. ലെങ്ത്ത് എടുത്തു. പിന്നെ നമ്മൾ ഇത് കണ്ട് ബോട്ടത്തിൽ നമ്മളിവിടെ ഇങ്ങനെ താഴ്ഭാഗത്ത് 2 ഇഞ്ച് പിന്നെ ബോട്ടം ലൂസ് ഭാഗത്ത് തുമ്പിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് 2 ഭാഗത്തേക്കും ചെരിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ ചെരിച്ചിട്ട് മാർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ വരെ പിന്നെ നമുക്ക് പാൻറ്റിന് വേണ്ടത് ഇറക്കം വേണം. പിന്നെ നമുക്ക് അവരെ ഹിപ്പ് ലൂസ് വേണം, ഹിപ്പ് ലൂസ് പിന്നെ വേസ്റ്റ് ലൂസ് പിന്നെ തൊടലൂസ്, ഇത്രയും അളവുകളാണ് പാൻറ്റിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ തൊടലൂസ് കിട്ടിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, അത് നമുക്ക് ഹിപ്പ് ലൂസ് നിന്ന് ഡിവൈഡ് ചെയ്ത് കാണാൻ കഴിയും. പക്ഷെ നമ്മൾ അവരെ മുകൾ ഭാഗത്തെ വേസ്റ്റ് ലൂസും വേണം, ഹിപ്പ് ലൂസും നിർബന്ധമാണ്. പിന്നെ ബോട്ടം ലൂസ് ഇപ്പം മിക്ക ആൾക്കാരും ലൂസായി യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഏകദേശ രൂപം നമ്മൾ എങ്ങനെയാണ് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ 31 ഇഞ്ച് വേസ്റ്റ് ലൂസുള്ള ആളെ പാൻറ്റാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 8.5 ഇഞ്ചാണ് നമുക്ക് ഇവിടുത്തെ ലൂസ് കിട്ടുന്നത്, 8.5 ഇഞ്ച്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് തൊടലൂസിൻ്റെ ലെങ്ത്ത് കാണുന്നത് നമ്മൾ 8.75 ഓക്കെ. പിന്നെ നമ്മൾ മുട്ടുലൂസ് കാണണം, മുട്ടുലൂസിൻ്റെ ലെങ്ത്ത് കാണണം. പിന്നെ നമ്മളിവിടെ ഒരു 1.25 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോച്ച് ഏരിയ ഷേപ്പ് ചെയ്ത് കൊടുക്കൂലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവിനെ പകുതിയാക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇവിടെ അതേപോലെ ഇതിൻ്റെ സെൻറ്ററിനെ മാർക്ക് ചെയ്യണം, എല്ലാത്തിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഒരു 3/4 ഇഞ്ച് ഷേപ്പ് കൊടുത്തു, ഇവിടുന്ന് ഈ ഷേപ്പിലേക്ക് വരച്ചു. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ചെരിച്ച് മാർക്ക് ചെയ്യണം, പാൻറ്റിൻ്റെ മുൻപീസാണ്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഇവിടെ വന്ന അളവിൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണത്, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണത്. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഇതിലേക്കും ഇതിൽ നിന്ന് ഇതിലേക്കും അതേപോലെ ഇതിൽ നിന്ന് ഇതിലേക്കും ഇതിൽ നിന്ന് ഇതിലേക്കും. അപ്പോൾ ഇത് നമ്മൾ ഷേപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിങ് ആണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. ഇപ്പം ഇതൊക്കെ നമ്മൾ മായ്ച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാൻറ്റിൻ്റെ ഏകദേശ ഫിഗർ വന്നു അല്ലേ. ഇവിടെ താഴ്ഭാഗത്ത് 2 ഇഞ്ച് നമ്മൾ ലൂസിന് വേണ്ടി ചെയ്യും, ലെങ്ത്തിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറക്കും കേട്ടോ. ഇത് നമ്മൾ മായ്ച്ച് കളയാണ്. പിന്നെ ഇവിടെ 3/4 ഇഞ്ച് നമ്മൾ ഈ അളവിൽ നിന്ന് 3/4 ഇഞ്ച് കുറച്ചിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ അപ്പോൾ ഒരു 1/4 ഇഞ്ച് കുറവുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ചെരിഞ്ഞിട്ടാണ് ഈ ലൈന് വരിക, ഒരു സ്ട്രൈറ്റ് ആയിട്ട് വരില്ല കണ്ടോ. ഇവിടുന്ന് നമ്മളിങ്ങനെ ഒരു ചെരിഞ്ഞിട്ടാണ് ഇവിടുത്തെ രൂപം വരിക.
ഇത് പാൻറ്റിൻ്റെ മുൻപീസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തത് 31 ഇഞ്ച് വേസ്റ്റ് ലൂസും 35 ഇഞ്ച് ഹിപ്പ് ലൂസും വെച്ചിട്ടാണ് ഈ അളവുകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ബോഡിയിൽ അളവ് എടുത്തിട്ടുള്ള പാൻറ്റിൻ്റെ രൂപമാണ്. ഇതിൻ്റെ ബാക്ക് പീസ് ചെയ്യലെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ ഇടും. ഈ തുണി 1.5 ഇഞ്ച് മേലോട്ട് ഇങ്ങനെ എക്സ്ട്രാ ഇടും. ഈ 8.5 അതിലേക്ക് 3/4 ഇഞ്ച് പിന്നെ നമ്മൾ ബാക്ക് ടക്കിനുള്ളതും പിന്നെ 1.5 ഇഞ്ച് തുമ്പും മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഇതിലേക്കാണ് നമ്മൾ വരച്ചു കൊടുക്കുക. അതേപോലെ ഇതിൽ നിന്നും ഇതിലേക്ക് വരക്കും. ഇവിടെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യും, ഇവിടെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യും, ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക ബാക്ക് പീസ് കേട്ടോ. എന്നിട്ട് ഇത് ഷേപ്പ് ചെയ്തു ഉണ്ടോ, ഇതൊക്കെ ഷേപ്പ് ചെയ്തു. ഇതാണ് യൂണിഫോം പാൻറ്റിൻ്റെ ഒരു ഏകദേശ കാര്യങ്ങളാണ് ഞാൻ പറയണത്. നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. 6 മാസത്തെ കോഴ്സ് ഫ്രീ ആണ്. 500 രൂപ മാത്രം അടച്ചാൽ മതി. നിങ്ങൾക്ക് പാൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്തിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാൻ കഴിയും. അതേപോലെ ഷർട്ടും പിന്നെ ചുരിദാർ, മാക്സി, ബ്ലൗസ്, ഫ്രോക്ക് എല്ലാം പഠിക്കാം. ഇതിപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ ഒരു ഏകദേശ രൂപം വരച്ചതാണ്. നമ്മൾ ക്ലാസ് എടുക്കുന്നത് കാരണം നമുക്ക് പൂർണ്ണമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു തന്ന് നമുക്കിങ്ങനെ ക്ലാസ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ ഒരു പ്രൊമോ വീഡിയോ എന്നുള്ള നിലക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാൻറ്റിന് 500 രൂപ, ഷർട്ടിന് 500 രൂപ, ചുരിദാർ, മാക്സി, ബ്ലൗസ്, ഫ്രോക്ക് അതിനൊക്കെ ആകെ ചുരിദാറും മാക്സിയും ബ്ലൗസും ഫ്രോക്കും കൂടെ 500 രൂപ. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. മിക്ക ആൾക്കാർക്കും പാൻറ്റ് ഷർട്ടും എന്നൊക്കെ പറഞ്ഞാൽ എന്തോ പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്നൊരു തോന്നലാണ് സ്വാഭാവികമായിട്ടും. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കഴിയും. അത്രയും വൃത്തിക്ക് നമ്മൾ ബോഡിയിൽ അളവെടുത്തിട്ട് മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെ മാർക്ക് ചെയ്യണം, കട്ട് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം എന്ന ക്ലാസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് റെക്കോർഡഡ് വീഡിയോകൾ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. ഏത് സമയത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവായിട്ട് ക്ലാസ് തരും. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവാത്ത പോർഷൻ ഉള്ളതെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ ബോർഡിൽ വരച്ചിട്ട് ലൈവായിട്ടാണ് നമ്മൾ ക്ലാസ് തരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ ക്ലാസ് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്യണ സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ പിന്നെ അവർക്ക് നമ്മൾ ലൈവ് ക്ലാസ് ആ സമയത്തും കൊടുക്കും. അവരെങ്ങനെയാണോ കട്ട് ചെയ്യണം അവർക്ക് കോൺഫിഡൻറ്റ് കൊടുക്കും. മിക്ക ആൾക്കാർക്കും സ്റ്റിച്ചിങ് ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ട് പാൻറ്റ് ഷർട്ടൊക്കെ ചെയ്യണവരുണ്ടാവും. പക്ഷെ അവർ കോൺഫിഡൻ്റ് ആയി ചെയ്യല്ല, ഒരു ഏകദേശ രൂപം ഇങ്ങനെ ചെയ്തു പോവുകയാണ്. അപ്പോൾ അവർക്ക് പിന്നെ പെർഫെക്റ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ 80 86 82 49 49 പറഞ്ഞ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ആരി വർക്കിൻ്റെ ക്ലാസ് ഉണ്ട്. നമ്മൾ ബേസിക് ലെവലും അഡ്വാൻസ് ലെവലും കൂടെ നമ്മൾ 1500 രൂപ മാത്രം ഫീ അടച്ചാൽ മതി. പിന്നെ പൊതുവേ നല്ല ഫീ കൊടുത്തിട്ടാണ് പുറത്ത് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീല് വീട്ടമ്മമാർക്ക് അവനവൻ്റെ ഡ്രസ്സ് ചെയ്യാനും പുറത്തേക്ക് ചെയ്യാനും ഡിസൈൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ലെവൽ 1, 2 2 കോഴ്സും കൂടെ 1500 രൂപക്കാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലാസ്. പിന്നെ ഏത് സമയത്ത് ഡൗട്ട് ചോദിച്ചാലും ടീച്ചർ ലൈവ് ക്ലാസ് തന്നിട്ട് ഇതേപോലെ തന്നെ ഞങ്ങളെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു തൊഴിൽ രഹിതരായവർക്കും വരാം, പിന്നെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് പെർഫെക്റ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വരാം, പിന്നെ ഒന്നും അറിയാത്തവർക്കും വരാം. ഇനിയിപ്പോൾ മെഷീൻ ചവിട്ടാൻ അറിയില്ല, എനിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ എങ്ങനെ പഠിക്കുക, അപ്പോൾ മെഷീൻ ചവിട്ടണത് എങ്ങനെയാണെന്നുള്ളതും ഒരു തുണീനെ എങ്ങനെ നമ്മൾ പിന്നെ നമ്മളെ കൈപ്പിടിയിൽ ഒതുക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും. അവർ മെയിൻറ്റെയിൻ ചെയ്തെടുക്കും. അപ്പോൾ വെറുതെ ഇരിക്കുന്നവർക്കും ഇനിയിപ്പോൾ പഠിക്കുകയാണെങ്കിലൊക്കെ അവനവൻ്റെത് സ്റ്റിച്ച് ചെയ്യുക, കട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഹയറാണ്. അപ്പോൾ ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 80 86 82 49 49 പറഞ്ഞ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മൾ തരും. ഓക്കെ, അസ്സലാമു അലൈക്കും.